ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഈഗിൾ ലേണിംഗ്. യെസ്, അപ്പോ അവർ കാത്തിരുന്ന പ്രാക്ടിക്കൽ എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കൽ എക്സാമിന്. നിങ്ങൾക്ക് അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അല്ലേ? ഡിസംബർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജനുവരിയിൽ ലാബ് എക്സാം പല സ്കൂളുകളിലും ആരംഭിക്കും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും അവസാനിക്കുക. അതായത് എക്സാം ലാബിലേക്ക് കയറുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് ഓരോ കാര്യത്തിനും എത്ര മാർക്കാണ്, നിങ്ങൾ ഒരു വോളിമെട്രിക് അനാലിസിൽ എത്ര മാർക്ക് അല്ലെ? അതായത് തിയറി എക്സാം എത്ര ഇമ്പോർട്ടന്റ് ആണോ അതേപോലെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആർട്ടി എൻട്രൻസ് ആണ്, +2 ആണ്, എൻട്രൻസ് വരുന്ന വർഷമാണ്. സോ കെമിസ്ട്രി ട്രിപ്പിൾ ഇവാലുവേഷന് പോകുന്ന ഒരു സബ്ജക്ട് ആണ്. സോ പ്രാക്ടിക്കൽ ആയിരിക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. പ്രാക്ടിക്കൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഓപ്ഷൻ പ്രാക്ടിക്കൽ എക്സാം ആണ്. തിയറിയിൽ 1-2 മാർക്ക് കുറഞ്ഞാലും അത് കോമ്പൻസേറ്റ് ചെയ്ത് ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ആരാണ്? പ്രാക്ടിക്കൽ ആണ്. അത് ഓർമ്മിക്കുക അല്ലെ? ഓക്കെയാണ്. അപ്പോ പ്രാക്ടിക്കൽ എക്സാമിന്റെ വെയിറ്റേജ്, എവിടെ നിന്നൊക്കെ മാർക്ക് വരും, റെക്കോർഡിന് എത്ര മാർക്കുണ്ട്, വൈവയ്ക്ക് എത്ര മാർക്കുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതായത് എന്തിനൊക്കെ പ്രയോറിറ്റി കൊടുക്കണം, പഠിക്കുന്ന സമയത്ത് ഏതിനാണ് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ റെക്കോർഡ് എഴുതുന്ന സമയത്ത് റെക്കോർഡിന് ഒരുപാട് സമയം ചെലവഴിച്ചാൽ അതും പ്രശ്നമാണല്ലേ? തിയറി പഠിക്കുന്ന സമയം നോക്കാം അല്ലെ? കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി തന്നെ നമുക്ക് അനലൈസ് ചെയ്യാം. ഇതിന്റെ ഹെഡിങ് +2 കെമിസ്ട്രി പ്രാക്ടിക്കൽ എക്സാം അറിയേണ്ടതെല്ലാം എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നാണ് പറയാൻ പോകുന്നത്. റെഡി? ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം എസ്റ്റിമേഷൻ ആയിരിക്കും അല്ലെ? അത് വോളിമെട്രിക് അനാലിസിസ് ആണ്. നിങ്ങൾക്ക് ആദ്യം നേരെ വോളിമെട്രിക് അനാലിസിസ് ആണ് തരിക. ആസിഡ് ബേസ് ടൈട്രേഷൻ ആണ് ഉണ്ടാവുക അല്ലെ? 15 മാർക്കാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് 15 ആണ് സ്കോർ വരുന്നത്. മക്കൾ ഇത് എങ്ങനെ ചെയ്യാം? ഓരോ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഓരോ ക്വസ്റ്റ്യനും നമ്മൾ പ്രാക്ടിക്കൽ ലാബിൽ ചെയ്ത് നിങ്ങളെ കാണിക്കും. അതെ, അതാണ് നെക്സ്റ്റ് ഡേ തൊട്ട് വീഡിയോ അപ്പ് ചെയ്ത് തുടങ്ങും. ഓരോ പ്രാക്ടിക്കൽ വോളിമെട്രിക് അനാലിസിസ് ആസിഡ് ബേസ് ടൈട്രേഷൻ ആണെങ്കിൽ അത് എങ്ങനെയാണ്, അത് എൻഡ് പോയിന്റ് എന്താണ്, അതിൽ ഉപയോഗിക്കുന്ന അല്ലെ ടൈട്രേഷൻ ഉപയോഗിക്കുന്ന ലാബിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് എൻഡ് പോയിന്റ് ഏതാണെന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വിധത്തിൽ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്ത് അതിന്റെ കംപ്ലീറ്റ് പ്രൊസീജിയറും നിങ്ങൾക്ക് പറഞ്ഞു തരും. അതെങ്ങനെയാണ്, കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത്, ടേബിൾ എങ്ങനെ വരയ്ക്കണം, എല്ലാ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മൾ അപ്പ് ചെയ്ത് തുടങ്ങും. അപ്പൊ അത് നമുക്ക് വോളിമെട്രിക് അനാലിസിസ് വേറൊരു കളർ എടുത്തു. അതെ, യെസ്. അപ്പൊ എസ്റ്റിമേഷന് 15 മാർക്കാണ്. നിങ്ങൾക്ക് ഏതാണ് എസ്റ്റിമേറ്റ് അടുത്ത സ്ലൈഡിലേക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ തരുന്ന അതേ എക്സ്പെരിമെന്റിന്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും എഴുതണം. ആദ്യം 5 മിനിറ്റിനുള്ളിൽ പ്രിൻസിപ്പിളും പ്രൊസീജിയറും എഴുതി കൊടുക്കണം. അതിനൊരു മാർക്കുണ്ട്. എത്ര മാർക്കാണ് അതിന് വരാൻ പോകുന്നത്? 3 മാർക്കാണ്. അപ്പൊ ഫസ്റ്റ് 5 മിനിറ്റ്സിൽ നിങ്ങൾ ഈ ഒരു പ്രിൻസിപ്പിളും പ്രൊസീജിയറും എഴുതുക. നിങ്ങൾക്ക് ഏതാണോ പ്രാക്ടിക്കൽ ചെയ്യാൻ കിട്ടുന്നത് അതിന്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും എഴുതുക എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് പ്രൊസീജിയർ എഴുതി വെക്കുന്നില്ല. അതിന്റെ ബേസിക് ലെവൽ ഇക്വേഷൻസ് എഴുതി കംപ്ലീറ്റ് ചെയ്താൽ മതി. അതും നമ്മൾ എന്ത് ചെയ്യും, ലാബിൽ ചെയ്യുന്ന സമയത്ത് എന്താണ് എഴുതേണ്ടതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും അല്ലേ? ഓരോ എക്സ്പെരിമെന്റും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോ ആദ്യത്തേത് കഴിഞ്ഞു. 15 + 3 18 മാർക്സ് ആണ് മൊത്തം. ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് 3 മാർക്ക് വാങ്ങുക. ഇക്വേഷൻ മാത്രം എഴുതി കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, നെക്സ്റ്റ് എന്ത് ചെയ്യുക, ലാബ് ചെയ്യാൻ തുടങ്ങും, വോളിമെട്രിക് അനാലിസിസ് ചെയ്യാൻ തുടങ്ങും. 3 അവേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് കിട്ടാൻ പോകുന്നത്. ആ 3 മണിക്കൂറിൽ ആദ്യത്തെ 5 മിനിറ്റ് ആണ് ഇതിന്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും പിന്നെ പ്രാക്ടിക്കൽ ചെയ്തത്. അതായത് വോളിമെട്രിക് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്നത് വോളിമെട്രിക് അനാലിസിസ് ആയിരിക്കും. അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. 1.5 മണിക്കൂർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് രണ്ടിനുമായിട്ട്. കാരണം പകുതിയിലേറെ വരുന്നത് സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് നിങ്ങളുടെ ലാബിലുള്ള എല്ലാ കുട്ടികളും ചെയ്യുന്നത് ഒരേ ടെസ്റ്റ്, ഒരേ അനാലിസിസ് ആയിരിക്കും. പക്ഷേ കിട്ടുന്ന വാല്യൂസ് ഡിഫറെന്റ് ആയിരിക്കും. കുട്ടിയുടെ ആക്യുറസി ആണ് വോളിമെട്രിക് അനാലിസിസിൽ കാര്യമായിട്ട് മെഷർ ചെയ്യുന്നത്. 2 എക്സാമ്പിൾ അവർക്ക് കൊടുക്കുക. ഇത് തരാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് സാൾട്ട് അനാലിസിസ് ആണ് അല്ലെ? ഒരു കാറ്റയോണും ഒരു ആനിയോണും ടെസ്റ്റ് ചെയ്യാനുണ്ടാവും. തന്നിരിക്കുന്നതിൽ കാറ്റയോൺ, ഇപ്പൊ ഏത് കാറ്റയോൺ ആണ്, ഏത് ഒരു സാൾട്ട് തന്നിട്ട് കാറ്റയോൺ ഏത്, ആനിയോൺ ഏത് എന്ന് നിങ്ങളെ അനലൈസ് ചെയ്യാനുണ്ടാവും. സ്കോർ 16 ആണ്. 16 മാർക്കിനാണ് സാൾട്ട് അനാലിസിസ് വരുന്നത്. അപ്പൊ സാൾട്ട് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ കൺഫോർമേറ്ററി ടെസ്റ്റ് ചെയ്യുക. അതും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഓരോന്നും ഓരോ കാറ്റയോണും ഓരോ ആനിയോണിന്റെയും ഐഡന്റിഫിക്കേഷനും കൺഫോർമേഷനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഈഗൻ +2 ചാനൽ സൾഫേറ്റ് അയോൺ, ക്ലോറൈഡ് അയോൺ, ബ്രോമൈഡ് അയോൺ, അങ്ങനെ കാറ്റയോണിനെയും ആനിയോണും ഒക്കെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, ബ്രൗൺ ഫ്യൂംസ് എങ്ങനെ ഉണ്ടാവുക, അത്രയും ഡീറ്റെയിൽ ടെസ്റ്റ് ഓരോന്നും കൃത്യമായിട്ട് നമ്മൾ റേസ് ലാബിൽ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. നിങ്ങൾ അതായത് ലാബിൽ ചെയ്തിട്ട് അനലൈസ് എങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുക, എന്താണ് ഇതിന്റെ ഒബ്സർവേഷൻ അല്ലെ, എന്താണ് ഇതിന്റെ ഒബ്സർവേഷൻ, ഇൻഫറൻസ് എങ്ങനെ എഴുതാം എന്നൊക്കെ വ്യക്തമായി വളരെ ഈസിയാണ് മക്കളെ. ഒരു കൺഫ്യൂഷനും വേണ്ട. നമ്മൾ അത് ഓരോ
ഓരോ ദിവസം വരുന്ന ദിവസങ്ങളിൽ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് തിയറി പറഞ്ഞാൽ എത്ര തിയറി പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ബോർഡിൽ എത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒന്നാമത് ഫ്യൂംസ് ഒക്കെയാണ്, ചിലതിന് ബ്രൗൺ ഫ്യൂംസും ചിലതിന് വൈറ്റ് ഫ്യൂംസും ഒക്കെയാണ്. അതൊക്കെ നമ്മൾ കാണിച്ചു തരും വളരെ കൃത്യമായിട്ട്. അപ്പൊ 16 മാർക്കാണ് ഡിറ്റക്ഷൻ. ബ്രിക്ക് റെഡ്, ക്രിംസൺ റെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല എന്താണ് ക്രിംസൺ റെഡ്, എന്താണ് ബ്രിക്ക് റെഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫ്ലെയിം തന്നെ കാണണം നിങ്ങൾക്ക്, എന്നാലേ മനസ്സിലാവുള്ളൂ. അടുത്തത് എന്താണ്? വൈവയാണ്. വൈവ 2 മാർക്കിനാണ് വൈവ ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വൈവയ്ക്ക് ചോദിക്കുക. വൈവയുടെ പർട്ടിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യുക, അവർ ലാബുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ മാത്രമായിരിക്കണം എന്നില്ല. നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണ്. ചിലപ്പോൾ കോപ്പർ ഒക്കെയാണ് ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ കോപ്പർ എക്സിബിറ്റ് ചെയ്യും, അതുവരെ ചോദിക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വൈവ ചോദിക്കുന്ന സമയത്ത് അവർ ചോദിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് പറയാൻ പറയും. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനേ ആയിരിക്കില്ല, നിങ്ങളുടെ തിയറി ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇഷ്ടമുള്ള ഒരു ടോപ്പിക് പറയാൻ പറയും. അതിൽ നിന്ന് അവർ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ വൈവ ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ്? 2 മാർക്കാണ്. വൈവ ക്വസ്റ്റ്യന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡോണ്ട് വറി, വൈവയ്ക്കും നമ്മൾ റെഡി ആകും. ആൻഡ് ലാസ്റ്റ് വൺ, വൈവയ്ക്ക് ശേഷം വരുന്നത് പ്രാക്ടിക്കൽ റെക്കോർഡ് ആണ്. അപ്പൊ റെക്കോർഡ് ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും കംപ്ലീറ്റ് ആയി കാണും. 4 മാർക്കാണ് പ്രാക്ടിക്കൽ റെക്കോർഡ്. നമ്മള് സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയവും റെക്കോർഡിന് വേണ്ടി കുട്ടികൾ ചെലവഴിക്കാറുണ്ട്. അത് നിങ്ങൾ ആലോചിക്കുക, അത്രയും സമയം റെക്കോർഡിന് വേണ്ടി അത് ഭംഗിയാക്കാനും അത് കളർ ചെയ്യാനും വേണ്ടി ചെലവഴിക്കരുത്. കാരണം 4 മാർക്ക് തന്നെയാണ്, 4 മാർക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പൊ റെക്കോർഡ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക, ഒരുപാട് സമയം അതിന് ചെലവഴിക്കരുത് എന്ന് പറയാം. അപ്പൊ ടോട്ടൽ 40 മാർക്സ്, 40 മാർക്കിനാണ് വരുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് ആണ് പ്രാക്ടിക്കൽ. ഏകദേശം തിയറിയോടൊപ്പം തന്നെ മാർക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് സ്കോർ ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഇവർക്ക് ലാബിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് ഇപ്പൊ ഇവർക്ക് അറിയാൻ പറ്റും ഏതാണ് വോളിയോമെട്രിക് അനാലിസിസ് എത്രയാണ് കിട്ടാൻ പോകുന്നത്. അല്ല, ഇപ്പൊ ഈ ചെറിയൊരു വീഡിയോയിൽ തന്നെ ഇവർക്ക് അറിയില്ല എന്താണ് ഇപ്പൊ ലാബിലേക്ക് കയറുന്ന സമയത്ത് ഇവർക്ക് അറിയാം വോളിയോമെട്രിക് അനാലിസിസ് എത്രയാണ്. അപ്പോൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, ഓരോ മാർക്കും അനലൈസ് ചെയ്തപോലെ തന്നെ ഓരോ വീഡിയോ നിങ്ങളെ മുന്നിലെത്താൻ പോകും അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാണ്. കാരണം ഡിസംബറിൽ ക്രിസ്മസ് എക്സാം ഉണ്ട്, ആ സമയത്ത് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യണം. ജനുവരി ഫെബ്രുവരിയിൽ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, മോഡൽ എക്സാം ഉണ്ട്. അതേപോലെ ഇംപ്രൂവ്മെന്റ് +1 ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ മാത്സ് ഒക്കെ കഴിഞ്ഞ തവണ വളരെ സമയം വളരെ കുറവാണ്, ഓരോ ദിവസവും പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇപ്പോഴേ ലാബ് പഠിച്ചു തുടങ്ങുക. നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം, നമ്മുടെ കൂടെ നിങ്ങളും സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? അപ്പോൾ കാണാം, ബൈ.